പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് ഒരു ശക്തിയും ധൈര്യവും, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യം പകരുന്ന കുറച്ച് വചനങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ അപ്പച്ചൻ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. അവൾ 10-15 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചു പോയി. അമ്മച്ചിയാണ് വളർത്തിയത്. അപ്പോൾ ഇന്നും ആ ദുഃഖം അമ്മച്ചിയെയും അവളെയും അലട്ടുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും അവരൊറ്റപ്പെട്ടു പോകുന്ന പല അവസ്ഥകളിലൂടെ അവർ കടന്നുപോയി. അതുപോലെ തന്നെ ഇന്നും അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു തോന്നൽ, ആ ഒരു ദുഃഖം അവൾക്കും ഉണ്ട്. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു വിഷമം അമ്മച്ചിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിലും അവളുടെ അമ്മച്ചി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടതിനവളെ വളർത്തി. അവൾ വിവാഹിതയാണെന്ന്. ഓക്കെ, വാട്ടെവർ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമമായി. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് അവൾ പറഞ്ഞു, നീ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, ഇങ്ങനെ വിധവകൾ അല്ലെങ്കിൽ ആരുമില്ലാത്ത അവർക്ക് പറ്റിയൊരു വചനം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അവൾക്കൊരു വചനം പറഞ്ഞു കൊടുത്തു. ഒന്നല്ല, 2-3 വചനം ഞാൻ പറഞ്ഞു കൊടുത്തു. ആ വചനം എന്നും വായിച്ച് ധ്യാനിക്കണം. നല്ലൊരു ശക്തി കർത്താവ് നമുക്ക് തരും, നല്ലൊരു ധൈര്യം നമുക്ക് ദൈവം തരും. ആ വചനം പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരിക്കലും ഒറ്റക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടവളാണ് എന്നൊരു തോന്നൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പല വിഷമതകളും പല ഒറ്റപ്പെടലുകളും നമ്മളുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് ശരിക്കും ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാവുന്ന ഒരു വചനമാണ്. കുറച്ച് വചനങ്ങളാണ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. ഭർത്താവ് മരിച്ചു പോയവർ, ഇതുപോലെ അപ്പനില്ലാത്ത മക്കൾ, ഭർത്താവിൻ്റെ ഭർത്താവില്ലാത്ത മക്കൾ, അത് മുഖാന്തരം കുടുംബത്തിൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവർ, പഴി കേൾക്കേണ്ടി വരുന്നവർ, നിനക്കതില്ല ഇതില്ല, അങ്ങനത്തെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവളിലൂടെയാണ് എനിക്ക് ആ ഒരു തോന്നൽ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി, കുറച്ച് വചനങ്ങൾ വേണം അവർക്ക് ശക്തിപ്പെടുത്താൻ. മനുഷ്യനിൽ ഒരിക്കലും നമ്മൾ ആശ്രയിക്കരുത്. മനുഷ്യനിൽ നമുക്ക് ദുഃഖങ്ങളെ ഉണ്ടാവുള്ളൂ. നിത്യമായ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. കർത്താവ് തരുന്ന സന്തോഷവും സമാധാനം അതൊരിക്കലും അസ്തമിക്കില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ ഒരല്പം നിമിഷത്തേക്കേ ഉള്ളൂ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാകാം, അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് ഓർത്തിട്ടാകാം, അല്ലെങ്കിൽ കുറച്ചു കാലം നമ്മളെ സ്നേഹിക്കും, നമ്മുടെ കൂടെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മളൊരു ബാധ്യതയായിട്ട് മാറും. പക്ഷേ പ്രിയ സ്നേഹിതരെ, ദൈവത്തിൽ നമ്മൾ ഒരിക്കലും ബാധ്യതയാവില്ല. ദൈവം നമ്മളോട് എൻ്റെ അടുക്കിലേക്ക് വരുമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് മാത്രമേ നമ്മളെ ബാധ്യസ്ഥരായി കാണാത്തത് കർത്താവ് മാത്രമാണ്. നമ്മളെ ഒറ്റപ്പെടുത്താത്തവൻ കർത്താവാണ്. നമ്മളെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. കർത്താവിന് മാത്രമേ അത് സാധിക്കൂ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു വചനം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഏശയ്യായുടെ പുസ്തകം നിങ്ങൾ എടുക്കുക, ബൈബിളിലുണ്ട്, അത് നിങ്ങൾ എടുക്കുക. ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോണത്. അതിൽ 5-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തുടങ്ങാം. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അതിൽ 4-ാം അധ്യായം തുടങ്ങി ഞാൻ വായിക്കാം. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയുമില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. പ്രിയ സ്നേഹിതരെ, ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ഇനി നമുക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ ആവശ്യം? ഈ വചനം എല്ലാ ദിവസവും നിങ്ങൾ ധ്യാനിക്കുക. ഇങ്ങനെയുള്ള മക്കൾ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ രാവിലെയും രാത്രിയും ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് ഈ വചനം വായിച്ച് കണ്ണടച്ച് തമ്പുരാനോട് ധ്യാനിച്ച്, ഇന്നത്തെ ദിവസത്തെ കർത്താവെ നിന്റെ കൈകളിലേക്ക് ഞാൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിവസവും തുടങ്ങുക. നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫലമണിയും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് വിജയിപ്പിച്ചു തരും. ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ ഒറ്റക്കാണ്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നിങ്ങൾ ഒറ്റക്കല്ല. മനുഷ്യനേക്കാൾ ശക്തനായവൻ നിങ്ങളുടെ കൂടെയുണ്ട്. മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മുടെ ദൈവം ചെയ്യുന്നത്. ദൈവത്തെ ആശ്രയിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ മനുഷ്യനെ ആ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ ഒറ്റപ്പെടുത്താതെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കർത്താവിലാണ് നമ്മുടെ രക്ഷ. ആ ഒരു വിശ്വാസം മാത്രം മതി നമുക്ക് ജീവിക്കാൻ. ആ ദൈവത്തെ മുറുകെ പിടിച്ച് ഈ വചനം ധ്യാനിച്ച് എല്ലാ ദിവസവും ഈ വചനം ധ്യാനിക്കാം. നല്ലൊരു ഉന്മേഷം നമുക്ക് കിട്ടും. നമ്മളിനി ആരൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ നമുക്കൊന്നും തോന്നില്ല, ഒരൊന്നും നമുക്ക് തോന്നും. ആരും ഒറ്റപ്പെടുത്തിക്കോട്ടെ, കർത്താവുണ്ട്. സർവ്വത്തിൻ്റെ ഉടയവനായവനാണ് നിന്റെ ഭർത്താവ്. സർവ്വത്തിൻ്റെ ഉടയവനാണ് നിന്റെ രക്ഷകൻ. അവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് പിന്നെ വേറെ എന്ത് വേണം? ആരും വേണ്ട. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ വന്നോളും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യം നിങ്ങളെൻ്റെ
രാജ്യവും നീതിയും അന്വേഷിക്കുക, അതിലൂടെ നിങ്ങൾക്കെല്ലാം ലഭിക്കും. കർത്താവിനെ അന്വേഷിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്നാണ് വചനം പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുക പ്രിയ സ്നേഹിതരെ. നിങ്ങൾ ഒറ്റക്കാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ആ വിഷമം നിങ്ങൾ കളഞ്ഞേക്കുക. ഈ വചനഭാഗം എല്ലാ ദിവസവും നിങ്ങൾ ധ്യാനിക്കുക. അതുപോലെ തന്നെ ഒരു കുറച്ച് വചനം കൂടിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ ഒരു ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിലോ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക കേട്ടോ. അടുത്ത വചനം സങ്കീർത്തനം 146 അധ്യായം 9 വാക്യം. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. ഈ വചനം എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക. അത്ര മനോഹരമായിട്ടാണ്. കർത്താവ് എന്താ പറയുന്നത്? പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഉണ്ട് അതിൽ അല്ലേ? നമ്മുടെ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, നമ്മളുടെ ഭാവി എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ ഒറ്റപ്പെടുന്നത്? ആരെല്ലാം നമ്മൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരും ഒറ്റപ്പെടില്ല. നമ്മൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ പോലും നമ്മുടെ മുന്നിൽ നാളെ വന്ന് മുട്ടുകുത്തി മുട്ടുമടക്കി നിന്ന്, അല്ലെങ്കിൽ നമ്മളോട് മാപ്പ് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുക്കിലേക്ക് വരുന്നൊരവസ്ഥ കർത്താവ് വരുത്തും. ആരോടും പരാതി പറയാതെ, ആരോടും പരിഭവമില്ലാതെ ഈ വചനം പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ആരുമില്ല എന്ന് വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി ഉള്ളൊരു ചെറിയൊരു പ്രാർത്ഥനയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പ്രാർത്ഥിക്കുക. ഈ വചനം എല്ലാ ദിവസവും നിങ്ങൾ ഏറ്റു പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.